ഹായ്, വെൽക്കം ടു കാറ്റ് സ്റ്റുഡിയോസ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ കഴിഞ്ഞ് ഇപ്പം എത്തിയതേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, എ ബിഗ് താങ്ക്സ് ടു ദ ഡയറക്ടർ വിപിൻ ദാസ് ആൻഡ് ദ റൈറ്റർ ദീപു പ്രദീപ് ഫോർ ഗിവിംഗ് അസ് സച്ച് എ വണ്ടർഫുൾ എന്റർടൈനർ. ജെ ഹേ ടീമിൽ നിന്നും മറ്റൊരു കോമഡി എന്റർടൈനർ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പണ്ടത്തെ ദിലീപിന്റെ കോമഡി സിനിമ കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. പേടിക്കാനൊന്നുമില്ല, ഇതൊരു സൈക്കാട്രിക് പ്രശ്നം ആനന്ദം പറഞ്ഞത്. സിനിമയിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് എന്റർടൈനർ തന്നെയാണ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ആൻഡ് ദ ലാസ്റ്റ് 30 minutes. ഈ ലാസ്റ്റ് 30 minutesലാണ് ഗുരുവായൂർ അമ്പലനടയിലുള്ള സീക്വൻസസ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ക്രൂ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് സെറ്റാണെന്ന് ആരും വിശ്വസിക്കത്തില്ല, അത്രയ്ക്ക് റിയൽ ആയിരുന്നു. നമ്മളിൽ പലർക്കും ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ് ആണ് ഗുരുവായൂർ. അപ്പോൾ അത് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന ആർട്ട് ടീമിന് a big hats off. അതുപോലെ എടുത്തു പറയേണ്ടതാണ് സിനിമയുടെ മ്യൂസിക്കും ബിജിഎമ്മും. കൃഷ്ണ കൃഷ്ണ സോങ്ങിന്റെ പ്ലേസ്മെന്റ് വാസ് ടു ഗുഡ്. നമ്മൾ മാത്രമല്ല കല്യാണം മുടക്കാനുള്ളത്, തമിഴനും തെലുങ്കനും എല്ലാവരും ഉണ്ട്. ആ സോങ്ങോട് കൂടി ഈ സിനിമ ഒന്നുകൂടെ ഒന്ന് എലിവേറ്റ് ആയി. അതുപോലെ തന്നെ ഡയറക്ടർ 2-3 സ്ഥലത്ത് പഴയ മ്യൂസിക്, പഴയ സിനിമയിലെ സോങ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വളരെ നന്നായിട്ടുണ്ട്. ഇനി കമ്മിങ് ടു ദ ഷോ സ്റ്റീലേഴ്സ്, ബേസിൽ ആൻഡ് പൃഥ്വിരാജ്. ബേസിലിന്റെ കോമിക് ക്യാരക്ടേഴ്സ് വളരെ ഈസിയാണ്. അത് നമ്മുടെ ഫാലിമിയിലും ജെ.ജെ.ജയഹിലും ഒക്കെ പ്രൂവൻ ആണ്. അതുപോലെ തന്നെ ഈ ഗുരുവായൂർ അമ്പലനടയിലും ബേസിലിന്റെ ക്യാരക്ടർ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലെ സർപ്രൈസ് എലമെന്റ് പൃഥ്വിരാജ് ആണ്. ഞാൻ പൃഥ്വിരാജിന്റെ കോമിക് റോൾസിന്റെ ഫാൻ അല്ല, പക്ഷേ ഈ സിനിമയിൽ പൃഥ്വിരാജ് ഹാസ് ഡൺ ടോട്ടൽ ജസ്റ്റിസ് ടു ദ റോൾ. എന്ത് വന്നാലും ഈ കല്യാണം ഞാൻ നടത്തും, നിന്നെ എനിക്ക് വേണം. അനശ്വരയും നിഖിലയും അവരുടെ റോൾസ് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ബൈജു, ജഗദീഷ്, യോഗി ബാബു, പിന്നെ രോമാഞ്ചം സിനിമയിൽ 2-3 റോള് ചെയ്ത ആൾക്കാർ ഈ സിനിമയിലുണ്ട്. അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഈ സിനിമ ഒരു ഫൺ ഫിൽഡ് എന്റർടൈനർ ആണ്. ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തു, ഒരുപാട് ചിരിച്ചു. അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ദിസ് ഇസ് അമൃത സൈനിങ് ഓഫ് ഫ്രം കാറ്റ് സ്റ്റുഡിയോസ്.